Hi all, welcome to our channel. Today we are discussing about digital marketing. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന് നിങ്ങൾക്കറിയാം എല്ലാ ബിസിനസ്സിൻ്റെയും ഒരു പ്രധാന ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോഡക്റ്റിനെയോ സർവീസിനെയോ ഓൺലൈൻ ചാനൽസ് ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ലിങ്ക്ഡിൻ ഇതെല്ലാം ഓൺലൈൻ ചാനൽസാണ്. ഈ ചാനൽസ് എല്ലാം വഴി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിനെയോ സർവീസിനെയോ മാർക്കറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ പ്രധാനമായിട്ടും മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് SMM, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അതെന്താ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന മെത്തേഡ്. നമുക്കറിയാം, ഇപ്പം എവിടെ തുറന്നാലും ആഡ്സ് മാത്രമോ. നമ്മളൊരു കാര്യം വന്ന് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുന്നു, എന്താ പറയുക, ബെസ്റ്റ് ക്യാമറ ഇൻ ദുബായ് എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ നേരെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ പോകുമ്പോൾ ക്യാമറയുടെ പരസ്യം അവിടെ കാണാം. ഇതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അതൊരു മെത്തേഡ് മാത്രമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ, പെയ്ഡ് മെത്തേഡ് മാത്രം. ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് SEM, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്താ? സെർച്ച് എഞ്ചിനുകൾ നിങ്ങൾക്കറിയാം, ഗൂഗിൾ, ബിങ്, യാഹു, അങ്ങനെ ഒരുപാട് സെർച്ച് എഞ്ചിനുകളുണ്ട്. ഈ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കാർ റെൻ്റൽ ഇൻ ദുബായ് എന്നായിരിക്കും ഞാനിപ്പോൾ ദുബായിലൊരു എന്താ പറയുക, ഒരു വെക്കേഷൻ ട്രിപ്പിന് വന്നതാണ്. പെട്ടെന്ന് എനിക്കൊരു കാർ റെൻറ്റിനെടുക്കണം. ഞാൻ ആദ്യം ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നത് കാർ റെൻ്റൽസ് ഇൻ ദുബായ് എന്നായിരിക്കും. അപ്പോൾ കാർ റെൻ്റൽസ് ഇൻ ദുബായ് എന്ന് വരുമ്പോൾ അവിടെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സുകളെല്ലാം ഗൂഗിളിൻ്റെ ഫസ്റ്റ് പേജിലോട്ട് വരാൻ വേണ്ടിയിട്ട് അവിടെ കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൂഗിളിനെ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് നമ്മുടെ ബിസിനസ്സിനെ ഗൂഗിളിൻ്റെ ഫസ്റ്റ് ടോപ്പ് പേജിലെത്തിക്കും. അപ്പോൾ ടോപ്പ് പേജിൽ എത്തിക്കുമ്പോൾ എന്താ പറ്റുക? കസ്റ്റമർ എന്ത് ചെയ്യും? ആ ടോപ്പ് പേജിലുള്ള വെബ്സൈറ്റിലായിരിക്കും ആദ്യം കയറുന്നത്. അതുവഴി അവരുടെ ക്ലയൻറ്റുമായിട്ട്, അവരുടെ ബിസിനസ്സിലുള്ള ആരാണോ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ ആ കസ്റ്റമറിനെ കൺവേർട്ട് ചെയ്ത് ബിസിനസ്സിലോട്ടാക്കുന്നു. അപ്പോൾ ഗൂഗിളിന് കാശ് കൊടുത്ത് ഫസ്റ്റ് ടോപ്പിലോട്ട് എത്തുന്ന ഒരു പൊസിഷൻ, അതായത് സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിങ് ആഡ്സ് ഉണ്ട്. ബാക്കിയുള്ള സെർച്ച് എഞ്ചിനുകളിലെല്ലാം നമുക്കിപ്പോൾ ക്യാമ്പയിൻസ് റണ്ണാക്കാം. അതായത് ഞാനിപ്പോൾ പറഞ്ഞത് പെയ്ഡ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഗൂഗിളിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ റാങ്കിങ്ങിലെത്തുന്ന പ്രോസസ്സിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗാനിക് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഗൂഗിളിൻ്റെ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ ഏത് സെർച്ച് എഞ്ചിനുകളുടെ പൊസിഷനിലോട്ട് എത്തുന്നത്, ഫസ്റ്റ് പൊസിഷനിലോട്ട് എത്തുന്ന മെത്തേഡിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്, SEO. അപ്പോൾ ഈ ഓർഗാനിക് മെത്തേഡും പെയ്ഡ് മെത്തേഡും ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. പെയ്ഡ് മെത്തേഡാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, ഓർഗാനിക് മെത്തേഡാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇത് കൂടാതെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ കണ്ടൻറ് മാർക്കറ്റിംഗ്, മെസ്സഞ്ചർ മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ബിസിനസ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വലിയൊരു കലവറ തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്കകത്തുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റഫുകളും കൂടുതൽ നോളജുകളും ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.